എല്ലാവർക്കും ടാൻജന്റിന്റെ മറ്റൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 2018 മാർച്ചിലെ +1 കൊമേഴ്സ് സയൻസ് ബാച്ചുകളുടെ മാത്സ് ക്വസ്റ്റ്യനിൽ നിന്നും സെറ്റ് എന്ന പാഠത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. നമുക്ക് ആദ്യം 2018 മാർച്ചിൽ സയൻസ് ബാച്ചിന് നൽകിയ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യനിൽ നിന്നും സെറ്റ് എന്ന പാഠത്തിലെ 3 ക്വസ്റ്റ്യൻസ് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ 2 പാർട്ടായിട്ടാണ്. അതിൽ എ പാർട്ട്, ഇഫ് എ ഈക്വൽ ടു സെറ്റ് എ ബി സി ദെൻ റൈറ്റ് പവർ സെറ്റ് പി ഓഫ് എ. പവർ സെറ്റ് കണ്ടുപിടിക്കാനാണ്. അടുത്ത ബി പാർട്ട്, ഇഫ് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് പി ഈസ് 10 ദെൻ ഫൈൻഡ് ദ ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ സെറ്റ് പി. ഇങ്ങനെ 2 സബ് ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതിൽ ആദ്യത്തെ സബ് ക്വസ്റ്റ്യൻ്റെ ഉത്തരം കണ്ടുപിടിക്കുക. നമുക്ക് ആദ്യത്തെ സബ് ക്വസ്റ്റ്യനിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. എ ഈക്വൽ ടു സെറ്റ് എ ബി സി. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഈക്വൽ ടു അല്ലെങ്കിൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ അല്ലെങ്കിൽ എൻ ഈക്വൽ ടു 3 എന്ന് എഴുതാൻ കഴിയും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് 3 ആണ്. ഇനി നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് n ആണ്. n എന്നെടുത്താൽ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2n ആണ്. അപ്പോൾ 2n ഈക്വൽ ടു 2 ഈക്വൽ ടു 8 എന്ന് കിട്ടും. അതാണ് നമ്പർ ഓഫ് സബ്സെറ്റ്സ്. നമ്പർ ഓഫ് സബ്സെറ്റ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പവർ സെറ്റ് എന്ന് പറഞ്ഞാൽ സബ്സെറ്റുകളുടെ സെറ്റാണ്. അപ്പോൾ ടോട്ടൽ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിച്ചാലേ പവർ സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് സബ്സെറ്റ് എന്ന് എഴുതാൻ നോക്കാം. സബ്സെറ്റ് എഴുതുമ്പോൾ തന്നെ ഇപ്പം നമുക്കറിയാം, ഇവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത് എ ബി സി ആണ്. സെറ്റ് എ ഈക്വൽ ടു എ എന്ന് പറയുന്ന സെറ്റ് എ ബി സി എന്ന 3 എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ എല്ലാ സെറ്റിലും സബ്സെറ്റായിട്ട് ആദ്യം വരുന്നത് നൾ സെറ്റാണ്. നൾ സെറ്റ് എല്ലാ സെറ്റിൻ്റെയും സബ്സെറ്റാണ്. അതേ കണക്കിന് രണ്ടാമത് വരുന്നത് ഒരു എലമെൻറ്റ് മാത്രമുള്ള സെറ്റുകൾ കണക്കാക്കാം. അപ്പോൾ എ എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രമുള്ള സെറ്റ്, ബി എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രമുള്ള സെറ്റ്, സി എന്ന് പറയുന്ന എലമെൻറ്റ് മാത്രമുള്ളത്. അടുത്തത് എ കൊമ ബി, 2 എലമെൻറ്റ്സ് വരുന്നത്. എ കൊമ ബി മാത്രമുള്ള സെറ്റ്, ബി കൊമ സി മാത്രമുള്ള സെറ്റ്, എ കൊമ സി ഒരു സെറ്റ്, അവസാനം എ ബി സി. ഇങ്ങനെ അതിലെ എല്ലാ എലമെൻറ്റ്സും വരുന്ന ഒരു സെറ്റ്. ഇങ്ങനെ ടോട്ടൽ 8 എലമെൻറ്റ്സ് ആണുള്ളത്. ഇത് തന്നെയാണ് പവർ സെറ്റിലും വരുന്നത്. പവർ സെറ്റ് ഓഫ് എയിൽ ഈ എലമെൻറ്റ്സ്, ഈ സെറ്റുകളാണ് എലമെൻറ്റ്സ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ പവർ സെറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് ബി പാർട്ടിലോട്ട് കിടക്കാം. ബി പാർട്ട് എന്ന് പറയുന്നത് ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 എലമെൻറ്റ്സ് ഓഫ് എ സെറ്റ് പി ഈസ് 10. അതായത് ഒരു സെറ്റിൽ പി എന്ന് പറയുന്ന ഒരു സെറ്റിൽ 2 എലമെൻറ്റ്സ് മാത്രമുള്ള 10 സബ്സെറ്റുകൾ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. 2 എലമെൻറ്റ്സ് മാത്രമുള്ള 10 സബ്സെറ്റുകളുണ്ട്. അങ്ങനെയെങ്കിൽ ആ സെറ്റിൽ ടോട്ടൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ്, ആ പി എന്ന് പറയുന്ന സെറ്റിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്നാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പി നമുക്ക് n എന്നെടുക്കാം. ലെറ്റ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് പി ബി n എന്നെടുത്താൽ ദെൻ നമ്പർ ഓഫ് സബ്സെറ്റ്സ് വിത്ത് 2 എലമെൻറ്റ്സ് NC2 ഈക്വൽ ടു 10 ആണ്. ഈ NC2 വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, NC2 എന്ന് പറഞ്ഞാൽ കോമ്പിനേഷനാണ്. നമ്പർ ഓഫ് എലമെൻറ്റ്സ് നമുക്ക് n എന്നറിയാം. ഇപ്പോൾ ഇവിടെ 2 എലമെൻറ്റ്സ് മാത്രമുള്ള സബ്സെറ്റുകൾ കൺസിഡർ ചെയ്താൽ മതിയാവും. അതായത് n എന്ന് പറയുന്നത് ഇപ്പോൾ 10 ആണെങ്കിൽ 10 എലമെൻറ്റ്സിൽ നിന്ന് 2 എണ്ണം വീതം എടുക്കുക. അതായത് 2 എലമെൻറ്റ്സ് മാത്രമുള്ള കോമ്പിനേഷൻസ് നമ്മൾ കണക്കാക്കുക എന്നാണ് അർത്ഥം. അതിന് പകരമായിട്ടാണ് NC2 ആണ് കോമ്പിനേഷൻസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. NC6 ആണ്. അതിൽ 6ൻ്റെ സ്ഥാനത്ത് 2 കൊടുക്കണം. കാരണം 2 എലമെൻറ്റ്സ് വീതമുള്ള സബ്സെറ്റുകളാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. n എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ആണ്. അപ്പോൾ NC2 ഈക്വൽ ടു 10 എന്ന് കിട്ടി. ഇനി NC2 എന്ന് പറഞ്ഞാൽ n × n-1 ഡിവൈഡ് ബൈ 1 × 2 ആണ്. അതിപ്പോൾ NC3 ആണെങ്കിൽ n × n-1 × n-2 ഡിവൈഡ് ബൈ 1 × 2 × 3 ആണ്. NC4 ആണെങ്കിൽ n × n-1 × n-2 × n-3 ഡിവൈഡ് ബൈ 1 × 2 × 3 × 4 ആണ്. അങ്ങനെയാണ് NC2 അല്ലെങ്കിൽ NC6 എന്ന് പറയുന്ന ഇത് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ n × n-1 ഡിവൈഡ് ബൈ 1 - 2 ഈക്വൽ ടു 10 എന്ന് നമുക്ക് കിട്ടി. വിച്ച് ഇംപ്ലൈസ് n × n-1 ഈക്വൽ ടു 2 × 10 എന്ന് എഴുതാം. കാരണം 1 × 2 10, 1 × 2 2 ആണ്. 2 അങ്ങ് സമത്തിനപ്പുറത്ത് വരുമ്പോൾ ഗുണിക്കും, 10 കൊണ്ട് ഗുണിക്കും. അപ്പോൾ 2 × 10 ഈക്വൽ ടു n × n-1. അതിൽ നിന്ന് നമുക്ക് n² - n ഈക്വൽ ടു 20 എന്ന് എഴുതാം. n × n-1 n² - n ആണ്. 2 × 10 20 ആണ്. വിച്ച് ഇംപ്ലൈസ് n² - n -20 ഈക്വൽ ടു 0. അതായത് സമത്തിന് റൈറ്റ് സൈഡ് കടന്ന 20 ലെഫ്റ്റ് സൈഡിൽ വന്നപ്പോൾ അത് നെഗറ്റീവായി, -20 ആയി. അപ്പോൾ n² - n -20 ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്യാം. സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ n-5 × n+4 = 0 എന്ന് കിട്ടും. ഈ രീതി ചെയ്യുമ്പോൾ നമുക്ക് n = 5 അല്ലെങ്കിൽ n = -4 എന്ന് കിട്ടും.
ഇനി നിങ്ങൾക്ക് അല്ലെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഇത് കൊടുത്തും അതിൽ എന്നിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റുന്ന ഇക്വേഷൻ എടുത്ത് കൊടുത്തും കണ്ടുപിടിക്കാൻ പറ്റും. n ഈക്വൽ ടു -b + or -√b² - 4ac / 2a അത് കൊടുത്താൽ മതി. അതിനകത്ത് ഇവിടെ a എന്ന് പറയുന്ന 1 ആണ്, b എന്ന് പറയുന്നത് -1 ആണ്, c എന്ന് പറയുന്നത് -20 ആണ്. അപ്പോൾ അത് വെച്ച് വേണമെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി അപ്പോൾ n ഈക്വൽ ടു 5 അല്ലെങ്കിൽ n ഈക്വൽ ടു -4 എന്ന് കിട്ടി. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് p ഈക്വൽ ടു 5 എന്ന് എടുക്കാൻ കഴിയും. കാരണം നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഒരിക്കലും നെഗറ്റീവ് വരില്ല, അതുകൊണ്ട് -4 നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അപ്പോൾ ബാക്കി വരുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് p ഈക്വൽ ടു 5 എന്ന് കിട്ടും. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് p ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ് ഓഫ് p വെൻ ദ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് p ഈസ് 5. 5 എലമെൻറ്റ്സ് ഉള്ള ഒരു സെറ്റാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് p ആണ്, ആ സെറ്റ് p ആണ്. p എന്ന് പറയുന്ന ഒരു സെറ്റിൽ 5 എലമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് p അല്ലെങ്കിൽ n ഈക്വൽ ടു 5 എന്ന് കിട്ടി. നമുക്കറിയാം ഒരു പവർ സെറ്റിലെ എലമെൻറ്റ്സ് കണ്ടുപിടിക്കുന്നതിന് പകരം നമ്മൾ ആ സെറ്റിൻ്റെ സബ്സെറ്റുകളുടെ എണ്ണം കണ്ടുപിടിച്ചാലും മതി. കാരണം സബ്സെറ്റുകളുടെ എണ്ണവും പവർ സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണവും സെയിം ആണ്. എലമെൻറ്റ്സ് കാരണം എന്ന് പറഞ്ഞാൽ സബ്സെറ്റുകളുടെ സെറ്റാണ് പവർ സെറ്റ്. അതുകൊണ്ട് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ് എന്ന് പറയാൻ കഴിയും. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 2n എന്ന് കിട്ടും. ഇവിടെ n എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 2n ഈക്വൽ ടു 2/5 ഈക്വൽ ടു 32 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ പവർ സെറ്റ് ഈക്വൽ ടു 32 എന്ന് കിട്ടും. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു വെൻ ഡയഗ്രാം ആണ്. കൺസിഡർ വെൻ ഡയഗ്രാം ഓഫ് ദ യൂണിവേഴ്സൽ സെറ്റ് U ഈക്വൽ ടു സെറ്റ് 1 2 3 4 5 6 7 8 9 10 11 12 13 1 മുതൽ 13 വരെയുള്ള സംഖ്യകളാണ്. ഒരു വെൻ ഡയഗ്രാം ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ എ പാർട്ട് എന്ന് പറയുന്നത് റൈറ്റ് സെറ്റ്സ് a, b ഇൻ റോസ്റ്റർ ഫോം. എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇതിൽ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വെരിഫൈ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. സി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ്. നമുക്ക് ആദ്യം മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ പാർട്ട് നോക്കാം. അതിൽ പറഞ്ഞിരിക്കുന്നത് റൈറ്റ് സെറ്റ്സ് a, b ഇൻ റോസ്റ്റർ ഫോം. എയും ബിയും റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഒരു വെൻ ഡയഗ്രാം തന്നിട്ടുണ്ട്. ആ വെൻ ഡയഗ്രത്തിൽ എ എന്ന് പറയുന്ന ഒരു സർക്കിളും ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു സർക്കിളും ഉണ്ട്. എ എന്ന് പറയുന്ന സർക്കിളിനകത്ത് വരുന്ന എലമെൻ്റ് എല്ലാം സെറ്റ് എയിൽ ഉൾപ്പെടുന്നതായിരിക്കും. ബി എന്ന് പറയുന്ന സർക്കിളിൽ ഉൾപ്പെടുന്നതെല്ലാം ബി എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ എ എന്ന് പറയുന്ന സെറ്റിൽ 3 4 6 10 ഇങ്ങനെ 4 എലമെൻറ്റ്സ് ആണുള്ളത്. ബി എന്ന് പറയുന്ന സെറ്റിൽ 2 3 4 5 11 ഇങ്ങനെ 5 എലമെൻറ്റ്സും ഉണ്ട്. ഇനി അടുത്തത് നമുക്ക് ബി പാർട്ടിലോട്ട് കിടക്കാം. ബി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് വെരിഫൈ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് എന്നാണ് നമുക്ക് തെളിയിക്കാനുള്ളത്. എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എയിലെയും ബിയിലെയും എല്ലാ എലമെൻറ്റ്സും ഉൾപ്പെടുന്നതാണ് എ യൂണിയൻ ബി. അപ്പോൾ ഈ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് എ യൂണിയൻ ബി എന്ന് നമുക്ക് പറയാൻ കഴിയും. അപ്പോൾ എ യൂണിയൻ ബിയിൽ ഉൾപ്പെടുന്ന എലമെൻറ്റുകൾ 2 3 4 5 6 10 11 എന്നിങ്ങനെ ഉള്ള എലമെൻറ്റ്സാണ്. എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ എ യൂണിയൻ ബിയിലില്ലാത്ത എല്ലാ എലമെൻറ്റ്സും നമുക്ക് എഴുതാൻ കഴിയും. അതായത് ഈ ഫിഗറിൽ ഷെയ്ഡ് ചെയ്തിട്ടില്ലാത്ത ഭാഗത്തുള്ള എല്ലാ എലമെൻറ്റ്സും വരും. അത് എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ്. അപ്പോൾ അതിലെ എലമെൻറ്റ്സ് 1 7 8 9 12 13 എന്നിങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ നമ്മൾ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് എ കോംപ്ലിമെൻറ്റും ബി കോംപ്ലിമെൻറ്റും കണ്ടുപിടിക്കണം. എ കോംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റുകൾ ഒഴിച്ചുള്ള എല്ലാ എലമെൻറ്റ്സും വരും. യൂണിവേഴ്സൽ സെറ്റിലുള്ളതും എയിലില്ലാത്തതുമായ എല്ലാ എലമെൻറ്റ്സും വരും. ഇവിടെ എയിലുള്ള എലമെൻറ്റ്സ് നമ്മൾക്ക് ഈ ഫിഗറിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. 6 3 4 10 എന്നിങ്ങനെയുള്ള എലമെൻറ്റ്സാണ്. അപ്പോൾ എ കോംപ്ലിമെൻറ്റിൽ 3 4 6 10 ഈ എലമെൻറ്റ്സ് ഒഴികെയുള്ള എല്ലാ എലമെൻറ്റ്സും വരും. അതായത് 1 2 5 7 8 9 11 12 13 എന്നിങ്ങനെയുള്ള എലമെൻറ്റ്സുകളെല്ലാം തന്നെ വരും. ബി കോംപ്ലിമെൻറ്റും അതുപോലെ തന്നെയാണ്. ബിയിലില്ലാത്ത എല്ലാ എലമെൻറ്റ്സും എടുത്തെഴുതണം. ബിയിൽ ഇവിടെയുള്ള എലമെൻറ്റ്സ് 2 3 4 5 11 എന്നിങ്ങനെയുള്ള എലമെൻറ്റ്സാണ്. അപ്പോൾ ബി കോംപ്ലിമെൻറ്റിൽ ഈ എലമെൻറ്റ്സ് ഒന്നും വരില്ല. പകരം 1 6 7 8 9 10 12 13 എന്നിങ്ങനെയുള്ള എലമെൻറ്റ്സ് ആണ് വരുന്നത്.
ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. ഈ ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സെറ്റുകളിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കുമ്പോൾ എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് നമുക്ക് എടുത്ത് എഴുതാൻ ഉള്ളത്. അപ്പോൾ എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സ് 1, 7, 8, 9, 12, 13 എന്നാണ് നമുക്കറിയാം. 1, 7, 8, 9, 12, 13. അത് വെൻ ഡയഗ്രത്തിൽ നോക്കിയാൽ നമുക്കറിയാൻ കഴിയും. എ കോംപ്ലിമെൻറ്റ് എന്ന് പറയുന്ന സെറ്റിൽ ബിയിലുള്ള എലമെൻറ്റ്സും വരുന്നുണ്ട്. അത് കണക്ക് തന്നെ എയിലും ബിയിലും ഉൾപ്പെടാത്ത എലമെൻറ്റ്സും വരുന്നുണ്ട്. ബി കോംപ്ലിമെൻറ്റിൽ അതുപോലെ തന്നെയാണ്. എയിലുള്ള 2 എലമെൻറ്റ്സ് ഉൾപ്പെടുന്നുണ്ട്, എയിലും ബിയിലും ഉൾപ്പെടാത്ത എലമെൻറ്റ്സും ഉണ്ട്. അതുകൊണ്ട് തന്നെ എ കോംപ്ലിമെൻറ്റിലും ബി കോംപ്ലിമെൻറ്റിലും കോമൺ ആയിട്ട് ഏതൊക്കെ എലമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിച്ചാൽ അത് എയിലും ബിയിലും ഉൾപ്പെടാത്ത എലമെൻറ്റ്സുകളെല്ലാം വരും. എയിലും ബിയിലും ഉൾപ്പെടാത്ത എല്ലാ എലമെൻറ്റ്സും വരും. അതായത് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റിൽ വരുന്ന എല്ലാ എലമെൻറ്റ്സും എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിന് വരും. അപ്പോൾ ദെയർഫോർ എ യൂണിയൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ബി ദ ഹോൾ കോംപ്ലിമെൻറ്റിലെ എലമെൻറ്റ്സ് 1, 7, 8, 9, 12, 13 ആണ്. അതേ കണക്ക് തന്നെ എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റിലെ എലമെൻറ്റ്സും 1, 7, 8, 9, 12, 13 ആണ്. ദെയർഫോർ എ യൂണിയൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു എ കോംപ്ലിമെൻറ്റ് ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ സി പാർട്ടിലോട്ട് കിടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ സി പാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന പിങ്ക് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം എ ഇൻ്റർസെക്ഷൻ ബി ആണെന്നറിയാം. പിങ്ക് ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് എ ഇൻ്റർസെക്ഷൻ ബി ആണെന്നറിയാം. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി കളുടെ സെറ്റ് 3, 4. പക്ഷേ നമുക്കിവിടെ കണ്ടുപിടിക്കാനുള്ളത് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻ്റ് ആണ്. പക്ഷേ നമുക്ക് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി അറിയാം, അത് 2 ആണെന്ന് അറിയാം. അപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് 13 ആണെന്ന് അറിയാം. അതായത് ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈ റെക്റ്റാങ്കിളിലുള്ള ടോട്ടൽ നമ്പർ ഓഫ് എലമെൻറ്റ്സ് 13 ആണെന്ന് പറയാം. അതിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കാം. നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ യൂണിവേഴ്സൽ സെറ്റ് മൈനസ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ എ ഇൻ്റർസെക്ഷൻ ബി ചെയ്താൽ മതിയാകും. അത് 13 - 2 ഈക്വൽ ടു 11 കിട്ടും. അല്ലാതെ നമ്മൾ വേറെ രീതിയിൽ വേണമെങ്കിലും ചെയ്യാൻ കഴിയും. ആ പിങ്ക് ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗമാണ് എ ഇൻ്റർസെക്ഷൻ ബി. അപ്പോൾ ആ പിങ്ക് ഷെയ്ഡ് ചെയ്തിട്ടില്ലാത്ത ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻ്റ് എന്ന് എടുക്കാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിച്ചിട്ട് അതിൽ എത്ര എലമെൻ്റ് ഉണ്ടെന്ന് എണ്ണിയെടുത്ത് വേണമെങ്കിലും ചെയ്യാം. ആ രീതിയിലും ഇത് ചെയ്യാൻ കഴിയുന്നതാണ്. അപ്പോൾ 2 രീതിയിൽ ചെയ്താലും ശരിയാണ്. അപ്പോൾ നമ്പർ ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ദ ഹോൾ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 11 എന്ന് തന്നെ കിട്ടും. ഇനി നമുക്ക് 2018 മാർച്ചിൽ കൊമേഴ്സ് ബാച്ചിന് നൽകിയ മാത്തമാറ്റിക്സ് ക്വസ്റ്റ്യനിൽ നിന്നും സെറ്റ് എന്ന് പറയുന്ന പാഠത്തിലെ 4 ക്വസ്റ്റ്യൻസ് നോക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് നൾ സെറ്റ് ഈസ് എന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. A0, B1, C2, D3. അതായത് നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഓഫ് നൾ സെറ്റ് ഈ പറയുന്ന ഓപ്ഷനുകളിൽ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നൾ സെറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഫൈ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് ആയിട്ടുള്ള എം ടി ആയിട്ടുള്ള സെറ്റാണ്. എം ടി സെറ്റാണ് നൾ സെറ്റ്. ഇപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ നൾ സെറ്റ് n ഈക്വൽ ടു 0 അല്ലെങ്കിൽ 0. ഇപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് എന്ന് പറയുന്നത് 2n ആണ്. 2n ഇതിവിടെ n എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 2 ഈക്വൽ ടു 1. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് അടക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. റൈറ്റ് ദ പവർ സെറ്റ് ഓഫ് ദ സെറ്റ് 1, 2, 3. അപ്പോൾ നമുക്ക് 1, 2, 3 എന്ന് പറയുന്ന സെറ്റിൻ്റെ പവർ സെറ്റാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അതിനുവേണ്ടി സെറ്റിനെ നമുക്ക് എ എന്ന് എടുക്കാം. എ ഈക്വൽ ടു 1, 2, 3 എ എന്ന് പറയുന്ന സെറ്റ്. ഇപ്പോൾ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഓഫ് എ അല്ലെങ്കിൽ n ഈക്വൽ ടു 3 എന്ന് കിട്ടും. അപ്പോൾ നമ്പർ ഓഫ് സബ്സെറ്റ്സ് ഈക്വൽ ടു 2n ഈക്വൽ ടു 2³ ഈക്വൽ ടു 8. ഇപ്പോൾ നമുക്കറിയാം പവർ സെറ്റുകളുടെ എലമെൻറ്റ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് സബ്സെറ്റിൻ്റെ എണ്ണത്തിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് സബ്സെറ്റ്സ് 8 ആയതുകൊണ്ട് തന്നെ പവർ സെറ്റിലെ എലമെൻറ്റ്സിൻ്റെ എണ്ണവും 8 ആണ്. ഇനി നമുക്ക് സബ്സെറ്റ്സ് കണ്ടുപിടിക്കാം. സബ്സെറ്റ്സ് കണ്ടുപിടിക്കുമ്പോൾ ആദ്യം നൾ സെറ്റ്. എപ്പോഴും നൾ സെറ്റ് എന്ന് പറയുന്നത് ഏതൊരു സെറ്റിൻ്റെയും സബ്സെറ്റ് ആയിരിക്കും. ഇനി ഒരു എലമെൻറ്റ് മാത്രം വരുന്നത്, അതായത് 1 മാത്രം വരുന്ന ഒരു സെറ്റ്, 2 മാത്രം വരുന്ന ഒരു സെറ്റ്, 3 മാത്രം വരുന്ന സെറ്റ്. ഇനി 2 എലമെൻറ്റ്സ് വരുന്ന സെറ്റ്, 1ഉം 2ഉം 2ഉം 3ഉം അല്ലെങ്കിൽ 1ഉം 3ഉം, ഇങ്ങനെ 3 ടൈപ്പിൽ 2 എലമെൻറ്റ്സ് മാത്രമുള്ള സെറ്റുകളുണ്ട്. അവസാനമായി എ എന്ന് പറയുന്ന സെറ്റ് തന്നെ വരും. 1, 2, 3 3 എലമെൻറ്റ്സുള്ള അല്ലെങ്കിൽ സെറ്റ് എ തന്നെയാണ് എയുടെ സബ്സെറ്റായിട്ടും വരുന്നത്.
അപ്പോൾ നമ്മൾ സബ്സെറ്റ്സുകളുടെ എണ്ണം എല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് പവർ സെറ്റ് ഓഫ് എ കണ്ടുപിടിക്കാം. പവർ സെറ്റ് ഓഫ് എ ഞാൻ അവിടെ പി ഓഫ് എ എന്ന് കൊടുക്കുകയാണ്. പവർ സെറ്റ് ഓഫ് എ. അപ്പോൾ പവർ സെറ്റ് ഓഫ് എ ഈക്വൽ ടു സബ്സെറ്റുകളുടെ എല്ലാം കൂടെ ഒരു സെറ്റാണ് പവർ സെറ്റ്. അപ്പോൾ നമ്മളിവിടെ പവർ സെറ്റും കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദ ഓപ്പൺ ഇൻ്റർവൽസ് 1,5 ആൻഡ് 3,7. ഓപ്ഷൻസ് ഉണ്ട്: എ ഈക്വൽ ടു 1,7, ബി 3,5, സി 5,7, ഡി 1,3. ഇങ്ങനെ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്തെന്ന് ചോദിച്ചാൽ, ഇവിടെ തന്നിട്ടുള്ള 2 ഓപ്പൺ ഇൻ്റർവെല്ലുകളുടെ ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 2 ഓപ്പൺ ഇൻ്റർവെല്ലുകളുടെ ഇൻ്റർസെക്ഷൻ ഇവിടെ തന്നിട്ടുള്ള ഓപ്പൺ ഇൻ്റർവെൽസ് 1,5ഉം 3,7. ഇനി നമ്മളൊരു നമ്പർ ലൈൻ വരച്ചിട്ട് ഈ നമ്പർ ലൈൻ വരച്ചിട്ട് ആ ഓപ്പൺ ഇൻ്റർവെൽസ് ഒന്ന് ചെക്ക് ചെയ്താൽ നമുക്ക് കാണാൻ കഴിയും 1,5ഉം 3,7 ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുള്ള ഭാഗം, അതായത് അതിന് രണ്ടിനും കോമൺ ആയിട്ട് വരുന്നുള്ള ഭാഗം എന്ന് പറഞ്ഞാൽ 3,5 ആണെന്ന് 3,5 ആണെന്ന് നമുക്ക് കാണാൻ കഴിയും. 1,5ഉം 3,7ഉം കോമൺ ആയിട്ട് വരുന്ന നമ്പർ ലൈൻ വരച്ച് നോക്കിയാൽ കാണുന്നത് 3,5 ആണ്. അത് കണക്ക് തന്നെ ഇവിടെ നമ്മൾ ഒരു കാര്യം ആലോചിച്ചോളണം. ഈ 3,7 എന്ന് പറയുന്ന ഓപ്പൺ ഇൻ്റർവെൽ 3 എന്ന് പറയുന്ന എലമെൻ്റ് ഉൾപ്പെടുന്നില്ല. 3 എന്ന് പറയുന്ന എലമെൻ്റ് ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് 3 എന്ന് പറയുന്നത് എയിലും ബിയിലും കോമൺ ആയിട്ടുള്ള എലമെൻ്റ് അല്ല. 3 ഉൾപ്പെടില്ല എന്ന് ഇംപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് അവിടെ ഓപ്പൺ ഇൻ്റർവെൽ നൽകിയിരിക്കുന്നത്. അത് കണക്ക് തന്നെ എ എന്ന് പറയുന്ന സെറ്റിൽ 5 ഉൾപ്പെടുന്നില്ല. 1,5 ആണ് ഓപ്പൺ ഇൻ്റർവെൽ. അവിടെ 5 ഓപ്പൺ ഇൻ്റർവെല്ലാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് 5 എന്ന് പറയുന്ന എലമെൻ്റ് ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് 5, 2 ഇതിലും കോമൺ ആയിട്ടുള്ള എലമെൻ്റ് അല്ല. അതുകൊണ്ട് ഈ ഇൻ്റർസെക്ഷനായിട്ട് വരുന്ന ഇൻ്റർവെല്ല് ഒരിക്കലും ഒരു ക്ലോസ്ഡ് ഇൻ്റർവെൽ ആയിരിക്കില്ല, ഓപ്പൺ ഇൻ്റർവെൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഓപ്പൺ ഇൻ്റർവെൽ 3, 5 ആണ് എ ഇൻ്റർസെക്ഷൻ ബി, അല്ലെങ്കിൽ 2 ഓപ്പൺ ഇൻ്റർവെല്ലുടെയും ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ therefore the answer is ഓപ്ഷൻ ബി 3,5. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരവും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ സെറ്റ് യു. യൂണിവേഴ്സൽ സെറ്റാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. യൂണിവേഴ്സൽ സെറ്റ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നമ്പർ, നാച്ചുറൽ നമ്പർ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 12. 12നും അതിൽ ചെറുതുമായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ് യൂണിവേഴ്സൽ സെറ്റിൽ വരുന്നത്. ഇനി എ എന്ന് പറയുന്ന സെറ്റ് 1, 4, 6, 7, 8, ബി സെറ്റ് 2, 4, 5, 7, 9, സി സെറ്റ് 3, 5, 6, 7, 9, 10. ഇത് 2 പാർട്ടായിട്ടാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതിൽ എ പാർട്ട്: റെപ്രസെൻറ്റ് ദീസ് സെറ്റ്സ് ഇൻ വെൻ ഡയഗ്രാം. ഈ സെറ്റുകൾ വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യണമെന്നാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് എ മൈനസ് ബി യൂണിയൻ സി. ബി യൂണിയൻ സി ബ്രാക്കറ്റിലാണ്. അപ്പോൾ ഇനി നമുക്ക് ഉത്തരത്തിലോട്ട് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: റെപ്രസെൻറ്റ് ദ സെറ്റ്സ് ഇൻ വെൻ ഡയഗ്രാം. ഈ സെറ്റുകൾ വെൻ ഡയഗ്രത്തിൽ റെപ്രസെൻറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം യൂണിവേഴ്സൽ സെറ്റ് എന്ന് പറയുന്നത് 1 മുതൽ 12 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. അതായത് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. 1 മുതൽ 12 വരെയുള്ള എലമെൻറ്റ്സ് ആണ് യൂണിവേഴ്സൽ സെറ്റിൽ വരുന്നത്. ഇനി എ എന്ന് പറയുന്നത് സെറ്റ് എ എന്ന് പറയുന്നത് 1, 4, 6, 7, 8 ആണ്. 1, 4, 6, 7, 8 ആണ് എ എന്ന് പറയുന്ന സെറ്റ്. ഇനി ബി എന്ന് പറയുന്ന സെറ്റ് 2, 4, 5, 7, 9 ആണ്. സി എന്ന് പറയുന്നത് 3, 5, 6, 7, 9, 10 ആണ്. ഇനി നമ്മൾ നോക്കണം 3 സെറ്റുകൾ തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉണ്ടോ എന്ന് നോക്കണം. 3 സെറ്റുകൾ തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉള്ള ഒരു എലമെൻറ്റേ ഉള്ളൂ. 7 എന്ന് പറയുന്ന എലമെൻ്റ് ഉണ്ട്. അതേ കണക്ക് എയും ബിയും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉള്ള എലമെൻ്റ് ഉണ്ടോ എന്ന് നോക്കണം. എയും ബിയും തമ്മിൽ 4,7 ഇങ്ങനെ ഇൻ്റർസെക്ഷൻ ഉണ്ട്. ബിയും സിയും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉണ്ട്. ബിയും സിയും തമ്മിൽ ഇൻ്റർസെക്ഷൻ ഉള്ള എലമെൻറ്റ്സ് ആണ് 7ഉം 5ഉം. അതേ കണക്ക് എയും സിയും തമ്മിലും ഉണ്ട്. എയും സിയും തമ്മിലുള്ള എലമെൻറ്റ്സ് ആണ് 6ഉം 7ഉം. 3 സെറ്റുകളും പരസ്പരം കണക്റ്റീവായിട്ടാണ് വരയ്ക്കാനുള്ളത്. അപ്പം നമ്മളെപ്പോഴും യൂണിവേഴ്സൽ സെറ്റ് റെക്റ്റാങ്കിളിനകത്ത് നൽകണം. അതിനകത്ത് സർക്കിൾസ് ആയിട്ടാണ് സെറ്റുകൾ നൽകാനുള്ളത്. ഇനി നമുക്ക് കാണാൻ കഴിയും 3 സെറ്റുകളിലും കോമൺ ആയിട്ടുള്ള ഒരു പാർട്ടുണ്ട്. ആ പാർട്ടിലാണ് 3ൻ്റെയും ഇൻ്റർസെക്ഷനായിട്ട് വരുന്ന 7 എന്ന് പറയുന്ന എലമെൻറ്റ് കൊടുക്കാനുള്ളത്. 7 എന്ന് പറയുന്നത് 3ൻ്റെയും ഇൻ്റർസെക്ഷനിൽ വരും. ഇനി എയുടെയും ബിയുടെയും ഭാഗത്ത് ഇൻ്റർസെക്ഷനായിട്ട് വരുന്നൊരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് നമ്മൾ നൽകാനുള്ളത് 4, 7 എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് ആണ്. ഓൾറെഡി 7 അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 മാത്രം നൽകിയാൽ മതി. പക്ഷേ 4 ഒരിക്കലും 3 സെറ്റുകളുടെ ഇൻ്റർസെക്ഷനെ നൽകാൻ പാടില്ല.
എയുടെയും ബിയുടെയും ഇൻ്റർസെക്ഷനിൽ മാത്രമേ നൽകാൻ കഴിയുള്ളൂ. ഈ ബിയും സിയും നോക്കുമ്പോഴും 7, 5 ഇങ്ങനെ 2 എലമെൻറ്റിൻ്റെ ഇൻ്റർസെക്ഷൻ ഉണ്ട്. അതിൽ 7 ഓൾറെഡി തന്നിട്ടുണ്ട്. 5 നമ്മൾ ബിയുടെയും സിയുടെയും ഇൻ്റർസെക്ഷനിൽ നൽകുക. അടുത്തത് എയുടെയും സിയുടെയും ഇൻ്റർസെക്ഷനായിട്ട് വരുന്നത് 6ഉം 7ഉമാണ്. അതിൽ 7 ഓൾറെഡി തന്നിട്ടുണ്ട്. 6 എന്ന് പറയുന്നത് എയുടെയും സിയുടെയും ഇൻ്റർസെക്ഷനിൽ നൽകുക. ഒരിക്കലും 3ൻ്റെയും ഇൻ്റർസെക്ഷനിൽ നൽകാൻ പാടില്ല. ഇനി ബാക്കിയുള്ള എലമെൻറ്റ്സ്, ഇപ്പോൾ നമ്മൾ എല്ലാത്തിൻ്റെയും ഇൻ്റർസെക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ള എലമെൻറ്റ്സ് എ എന്ന് പറയുന്ന സെറ്റിലെ എലമെൻറ്റ്സ് എയിൽ തന്നെ എഴുതുക. എയിൽ തന്നെ എഴുതുമ്പോൾ ഇൻ്റർസെക്ഷൻ വരുന്ന ഭാഗത്ത് ഒരിക്കലും ആ എലമെൻറ്റ്സ് എഴുതാൻ പാടില്ല. ബാക്കി ഒരു സെറ്റിലും കോമൺ ആയിട്ട് വരുന്നില്ല. അപ്പം എയിൽ ബാക്കിയുള്ള എലമെൻറ്റ്സ് 1,8 അത് എയിൽ നൽകുക. ബിയിൽ 2,9 അത് ബി എന്ന് പറയുന്ന സെറ്റിൽ നൽകുക. സിയിലുള്ളത് 3,10. അപ്പോൾ ഈ എലമെൻറ്റ്സ് എല്ലാം എയിലും ബിയിലും സിയിലും ആയി നൽകുക. ഇനി ലാസ്റ്റ് 2 എലമെൻറ്റ്സ് കൂടെ നമ്മൾ എഴുതണം. കാരണം യൂണിവേഴ്സൽ സെറ്റിൽ ഇനിയും 11,12 ഇങ്ങനെ 2 എലമെൻറ്റ്സ് കൂടിയുണ്ട്. അത് പക്ഷേ എയിലോ ബിയിലോ സിയിലോ ഉൾപ്പെടുന്നില്ല. അപ്പോൾ 11, 12 എന്ന് പറയുന്ന 2 എലമെൻറ്റ്സ് നമ്മൾ ഈ 3 സെറ്റിൻ്റെയും പുറത്ത് റെക്റ്റാങ്കിളിൽ എഴുതുക. റെക്റ്റാങ്കിളിൽ 11, 12 എന്ന് പറയുന്ന 2 ഇതും കൂടെ എഴുതുക. അപ്പോൾ ഇതാണ് വെൻ ഡയഗ്രം. വെൻ ഡയഗ്രത്തിൽ ആദ്യം നമ്മൾ എഴുതാനുള്ളത് എപ്പോഴും ഇൻ്റർസെക്ഷനാണ്. ഇൻ്റർസെക്ഷൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊള്ളുക. ഇൻ്റർസെക്ഷൻ ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ ഉറപ്പായിട്ടും എഴുതണം. ഇനി നമുക്ക് ബി പാർട്ടും കൂടെ ഉള്ളൂ. ബി പാർട്ട് പറയുന്നത് എ എന്ന് പറയുന്ന ഒരു സെറ്റ് ഇവിടെയുണ്ട്, ബി എന്ന് പറയുന്ന സെറ്റുണ്ട്, സി എന്ന് പറയുന്ന സെറ്റുണ്ട്. അതിൽ നിന്ന് എ മൈനസ് ബി യൂണിയൻ സി, ബി യൂണിയൻ സി എന്ന് പറയുന്ന ബ്രാക്കറ്റിലാണ് എ മൈനസ് ബി യൂണിയൻ സി കണ്ടുപിടിക്കണം. ഇത് നമുക്ക് എ സെറ്റ് നമുക്കറിയാം 1, 4, 6, 7, 8 ആണെന്നറിയാം. ഇനി നമുക്ക് വെൻ ഡയഗ്രത്തിൽ നിന്ന് ബി യൂണിയൻ സി കണ്ടുപിടിക്കാൻ കഴിയും. ബിയും സിയിലുമുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ അതിൽ ഉൾപ്പെടും. ബിയിലും സിയിലുമുള്ള എലമെൻറ്റ്സ് എല്ലാം തന്നെ എടുത്തെഴുതുമ്പോൾ ബി യൂണിയൻ സി ഈക്വൽ ടു 2, 3, 4, 5, 6, 7, 9, 10 എന്ന് കിട്ടും. അത് കണക്ക് തന്നെ എ മൈനസ് ബി യൂണിയൻ സി. എ മൈനസ് ബി യൂണിയൻ സി എന്ന് പറഞ്ഞാൽ എയിൽ നിന്നും ബി യൂണിയൻ സിയിൽ ഉൾപ്പെടുന്ന എലമെൻറ്റ്സുകൾ എടുത്തു മാറ്റുക. ഇപ്പോൾ എയിൽ 1 ഉണ്ട്, പക്ഷേ ബി യൂണിയൻ സിയിൽ 1 ഇല്ല. അതുകൊണ്ട് അത് നമ്മൾ എടുത്ത് മാറ്റേണ്ട കാര്യമില്ല. എ മൈനസ് ബി യൂണിയൻ സിയിൽ 1 എന്ന് പറയുന്ന എലമെൻറ്റ് വരും. പക്ഷേ 4 എന്ന് പറയുന്ന എലമെൻറ്റ് എയിലും ബി യൂണിയൻ സിയിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റാണ്. അപ്പോൾ അത് നമ്മൾ കളയേണ്ടി വരും. അത് കളയണം. അത് കണക്ക് തന്നെ 6 എന്ന് പറയുന്ന എലമെൻറ്റും എയിലും ബി യൂണിയൻ സിയിലും കോമൺ ആയിട്ടുള്ള എലമെൻ്റ് ആയതുകൊണ്ട് നമ്മളത് ഉപേക്ഷിക്കേണ്ടി വരും. അത് ക്യാൻസൽ ചെയ്യേണ്ടി വരും. അടുത്തത് 7ഉം കോമൺ ആയിട്ടുള്ള എലമെൻ്റാണ്, അതും ക്യാൻസൽ ചെയ്യണം. ഇനി ലാസ്റ്റ് ഉള്ളത് 8 ആണ്. 8 ബി യൂണിയൻ സിയിലില്ല. അതുകൊണ്ട് തന്നെ എ മൈനസ് ബി യൂണിയൻ സിയിൽ 8 എന്ന് പറയുന്ന എലമെൻറ്റ് ഉൾപ്പെടും. അപ്പോൾ എ മൈനസ് ബി യൂണിയൻ സി ഈക്വൽ ടു 1,8 എന്ന് നമുക്ക് കിട്ടി. അപ്പം ഇതാണ് 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടിൻ്റെ ഉത്തരം. അപ്പം നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് കഴിഞ്ഞു.